ഈ ഒരു അനുഭവം മാത്രമല്ല, അത് നിങ്ങൾക്കൊക്കെയുള്ള ഒരു മെസ്സേജാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ തീർത്ഥാടനമൊക്കെ പോകുന്ന ആളുകളായിരിക്കും ദൂരെയൊക്കെ. പലരും പോകുമ്പം ഗൈഡുകളെ അല്ലെങ്കിൽ പറയുന്ന മുതിർന്ന ആളുകളെ, നമുക്ക് കൂടുതൽ അറിയുന്ന ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അങ്ങനെയൊന്നും വരില്ല, എനിക്കിതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് കൃത്യമായിട്ടും എല്ലാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ പോകാവൂ എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും കേൾക്കണം, എല്ലാവരിലേക്കും പങ്കുവെക്കുകയും വേണം കേട്ടോ. നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്ന് സുനന്ദ. ഭഗവാൻ തന്ന ഓണസദ്യയുടെ അനുഭവം ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ അനുഭവം ഗുരുവായൂരിൽ വെച്ചുണ്ടായതല്ല, പക്ഷേ സാക്ഷാൽ വൈകുണ്ഠനാഥനായ വെങ്കടേശ്വര സ്വാമിയുടെ അനുഗ്രഹം 2023 തിരുപ്പതി ദർശനത്തിന് പോയ വിശേഷമാണ് പറയുന്നത്. എനിക്ക് ടൂറ് പോകുന്ന പതിവൊന്നുമില്ല, പോയി പരിചയവുമില്ല. പക്ഷേ എനിക്ക് തിരുപ്പതി പോയേ മതിയാവൂ എന്നൊരു തോന്നൽ. കൊണ്ടുപോകാൻ ആരുമില്ല, കൂട്ടിന് വരാനും ആളില്ല. എങ്ങനെ പോകും? ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരു ബസ് തിരുപ്പതിക്ക് അടുത്ത ആഴ്ച പോകുന്നുണ്ട്, ബുക്ക് ചെയ്തു തരാം. 4 ദിവസത്തെ പരിപാടിയാണ്. അമ്മ എങ്ങനെ പോകും? ബാഗ് പിടിക്കാൻ പോലും പറ്റില്ലല്ലോ. മോൾക്കും അച്ഛനും എന്നെ ഒറ്റയ്ക്ക് വിടാൻ ഭയമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കൂട്ട് ഭഗവാനുണ്ട്. അങ്ങനെ ഞാൻ തിരുപ്പതിക്ക് പുറപ്പെട്ടു. ആൾക്കൂട്ടത്തിൽ തനിയെ ആകുന്നത് എനിക്ക് വളരെ സുഖം തരുന്നതാണ്. ഒന്നും ഭയക്കണ്ട, നാമം ജപിച്ചും ഭഗവാനെ സ്മരിച്ചും ഇരിക്കാം. ബാഗ് പിടിക്കാനും വഴി നടക്കാനും കൂട്ടത്തിലെ ആരെങ്കിലും ഓടിയെത്തും. വണ്ടി റോഡ് സൈഡിൽ നിർത്തി ഭക്ഷണം തയ്യാറാക്കുന്നതെല്ലാം എനിക്ക് പുതുമയായിരുന്നു. പല ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ തിരുപ്പതി എത്തി. ഞങ്ങളുടെ ദർശന സമയം വൈകുന്നേരം 5 മണിക്കായിരുന്നു. ആരും ഒറ്റപ്പെട്ടു പോകരുത്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും, രാത്രിയാണ്, ശ്രദ്ധിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. പക്ഷേ എനിക്കതത്ര കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ കണ്ട മഹാക്ഷേത്രം ഗുരുവായൂരാണ്. അത് സ്വന്തം വീട് പോലെ സുരക്ഷിതവുമായി എൻ്റെ മനസ്സിൽ കിടക്കുന്നു. ജീപ്പിൽ ഞങ്ങൾ മല കയറി. ജീപ്പിലെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എഴുതിയ ഒരു തുണ്ട് കടലാസ് എനിക്ക് വെച്ച് നീട്ടി. കയ്യിൽ ഫോണില്ലെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയില്ല. അയാൾ നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് പേഴ്സിൽ വെച്ചു. തലമുണ്ടനം ചെയ്തു ഞാനെന്ന അഹങ്കാരവും ശ്രീ വെങ്കടേശ പാദത്തിൽ അർപ്പിച്ച് നിന്ന് ഞാൻ വരിയിൽ ഗോവിന്ദ ഗോവിന്ദ ചൊല്ലി. 8 മണിക്ക് ദർശനം കിട്ടി. ഞങ്ങളെല്ലാവരും സന്നിധാനത്തിന് ചുറ്റും വന്നു നിന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇതിനായിരുന്നു ഇത്ര പറഞ്ഞ് പേടിപ്പിച്ചത്. പറഞ്ഞു തീർന്നതും പെട്ടെന്ന് തിരക്ക് വന്നു. ഞാൻ മാത്രം പുറത്തായി. ആ തിരക്കിൽ എവിടെയോ എത്തി. കൂടെയുള്ള ഒരാളെയും കാണാനില്ല. ക്ഷേത്രത്തിന് മുന്നിലെ വിശാലമായ സ്ഥലത്ത് കൂടി 2 വട്ടം നടന്നു. കൂട്ടത്തിലുള്ള ആരെയും കണ്ടില്ല. ഞാൻ പറഞ്ഞത് ഭഗവാൻ കേട്ടു. എന്നെ ഒന്ന് പരീക്ഷിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാഷ അറിയില്ല, ദേശമറിയില്ല, ആളെ അറിയില്ല. അറിയാവുന്നത് എൻ്റെ ഗോവിന്ദനെ മാത്രം. ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിച്ച് മാപ്പ് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ആ തുണ്ട് പേപ്പറിലെ ഫോൺ നമ്പറിനെ പറ്റി ഓർമ്മ വന്നു. ഞാൻ അതെടുത്ത് ഫോൺ കയ്യിൽ കാണുന്ന ആരെയെങ്കിലും പ്രതീക്ഷിച്ചു നിന്നു. അപ്പോൾ കണ്ട ഫോണിലുള്ള ഒരാളോട് ഈ നമ്പറിൽ വിളിച്ച് ഞാൻ കൂട്ടം തെറ്റിയത് പറയാൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞൊപ്പിച്ചെന്ന് എനിക്കറിയില്ല. അയാൾ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു. ഡ്രൈവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള അടയാളം കാണിച്ചു തന്നു. എനിക്കാണെങ്കിൽ ഡ്രൈവറെ കണ്ടാൽ അറിയുകയില്ല. അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പിന്നിൽ നിന്നൊരു വിളി, മാഡം. ഞാൻ തിരിഞ്ഞു നോക്കി. അത് ഡ്രൈവറായിരുന്നു. അദ്ദേഹം എന്നെ കൂട്ടി വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ളവർ എന്നെ തിരഞ്ഞു നടക്കാതിരിക്കാൻ ഡ്രൈവർ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി. അവർ വരുന്നതുവരെ രാത്രി 10 മണിക്ക് ആ ക്ഷേത്ര നഗരി മധ്യത്തിലെ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഭയമായിരുന്നില്ല എൻ്റെ ഉള്ളിൽ. എന്നെ ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന ആത്മവിശ്വാസമായിരുന്നു. നമ്മുടെ മനസ്സിൽ പറയുന്നത് മുഴുവനും ഭഗവാൻ അറിയും. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു. ഇതിൽ കൂടുതൽ എന്തു പറയാൻ? ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലല്ലേ. ഗുരുവായൂരിലെ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യാം, അറിയാം, മനസ്സിലാവൂലേ. പക്ഷേ തിരുപ്പതി പോയി കഴിഞ്ഞാൽ അറിയാലോ, തിരുപ്പതിയിലെ തിരക്ക് ഇതൊന്നുമല്ല. എന്താ കഥ? പോയവർക്ക് അറിയാം എന്തൊക്കെയാണ് സ്ഥിതി എന്നുള്ളത്. തിരുപ്പതി വൈകുണ്ഠനാഥനെ ഒന്ന് കാണാൻ തന്നെ നമ്മൾ കുറേയൊക്കെ ബുദ്ധിമുട്ടണം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ യാത്രയൊക്കെ പോകുമ്പോൾ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ഒരുപാട് പരിചയമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ദിവസവും കാണാൻ പറ്റും ഇങ്ങനെ നിർദ്ദേശം നൽകുന്ന ആളൊക്കെ. ഞങ്ങൾ ശബരിമല പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിരം ഒരാളുണ്ടാവുമായിരുന്നു. എല്ലാവരും 50 ആൾ ബസ്സൊക്കെ പോകുമ്പോൾ 50 ആൾ 49 ആളും പോയി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വന്ന് ബസ് കയറി കഴിഞ്ഞാലാണ് ഈ 50-ാമത്തെ ആൾ പോവുക. അത്രയും നേരം 50-ാമത്തെ ആൾ പോയി പിന്നത്തെ
ആ ഒരാളെ കാത്തു നിൽക്കണം എല്ലാവരും. പിന്നെ ഒരു തവണ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇറങ്ങി പോകുമ്പം പറഞ്ഞു, ഇനി നിങ്ങൾ അടുത്ത ബസ്സിന് വന്നോളീൻ. പിന്നെ ഏറ്റവും ആദ്യം അദ്ദേഹമാണ് ഇറങ്ങി പോവുക. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ടൂർ ഗൈഡുകളെ ആയാലും ആരാണ് കൂട്ടത്തിൽ മുതിർന്നവരായാലും എന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് നിർദ്ദേശങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു അനുഭവമാണ്. എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. 7 പേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.